ഹലോ മക്കളെ, അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ് കെമിസ്ട്രിയുടെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ട് 3യോടുകൂടി നമ്മൾ പാഠം തീർക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം അല്ലേ. ഓരോ മൂലകത്തിൻ്റെയും രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങൾക്കും ഒരു ക്രമം അനുസരിച്ച് ഒരു ക്രമമായിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു മാറ്റം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ യു ആർ അവെയർ ദാറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് നമ്പർ ഓഫ് ഷെൽസ് വേരി വിത്ത് ആറ്റോമിക് നമ്പർ. അപ്പോൾ ആറ്റോമിക് നമ്പർ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഇലക്ട്രോൺ വിന്യാസവും അതേപോലെ തന്നെ ഷെല്ലുകളുടെ എണ്ണവും ഒക്കെ എന്താവുന്നുണ്ട്, വ്യത്യാസപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഇതുവരെ കണ്ട ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഗ്രൂപ്പിലും പീരീഡും അനുസരിച്ച് ഒരാറ്റത്തിൻ്റെ സൈസ് നമുക്ക് എങ്ങനെ പറയാമെന്നാണ് പറയേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കാം. ദോ ആറ്റംസ് ആർ എക്സ്ട്രീംലി മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, ആറ്റം വളരെ ചെറിയ കണങ്ങളാണെങ്കിൽ, വളരെ അതിസൂക്ഷ്മമായിട്ടുള്ള കണങ്ങളാണെങ്കിൽ കൂടി പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെൻറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ദി സൈസ് ഓഫ് ഇറ്റ്സ് ആറ്റം. അതായത് ഓരോ മൂലകത്തിൻ്റെയും സവിശേഷതകൾ ആ ആറ്റത്തിൻ്റെ സൈസിനെ, അതായത് അതിൻ്റെ വലിപ്പത്തിന് അനുസരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ദ സൈസ് ഓഫ് ആൻ ആറ്റം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ആറ്റോമിക് റേഡിയസ്. അതായത് ഒരാറ്റത്തിൻ്റെ വലിപ്പം നമുക്ക് പ്രസ്താവിക്കാൻ ആറ്റോമിക ആരം, ആറ്റോമിക റേഡിയസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ പ്രസ്താവിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ കണ്ടെയ്നിങ് ഇലക്ട്രോൺസ്. അതായത് എന്താണ് ആറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂക്ലിയസിൻ്റെ കേന്ദ്രത്തിൽ നിന്ന്, സെൻറ്റർ ഓഫ് ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ല്, ഏറ്റവും ബാഹ്യതമ ഷെല്ല് വരെയുള്ള, അതായത് ഇലക്ട്രോൺ ഉള്ള ബാഹ്യതമ ഷെല്ലാണ്, ഇലക്ട്രോൺ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസ്, ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സൈസ് ഓഫ് ആറ്റം ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ 2 ഫാക്ടേഴ്സ്. അതായത് ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജ്, രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ല്. ഒന്നാമത്തേത് ന്യൂക്ലിയർ ചാർജാണ്, രണ്ടാമത്തേത് ഷെല്ലുകളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ന്യൂക്ലിയർ ചാർജും ഷെല്ലുകളുടെ എണ്ണവും ഒരാറ്റത്തിൻ്റെ സൈസിനെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഒരാറ്റത്തിൻ്റെ സൈസിനെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള ടേബിൾ നോക്കുക. ടേബിൾ അനുസരിച്ച് നമുക്ക് തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഓരോന്നിനായിട്ട് ഉത്തരം ചെയ്യാം. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദി നമ്പർ ഓഫ് ഷെൽസ് ഓൺ മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ്. അതായത് ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്നോറും എന്താണ് ഷെല്ലുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ലിഥിയത്തിന് 3 ആറ്റോമിക് നമ്പർ 3 ഷെല്ലുകളുടെ എണ്ണം 2. സോഡിയത്തിന് 11 ആറ്റോമിക് നമ്പർ, ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3. പൊട്ടാസ്യം വന്നപ്പോൾ 4 ഷെല്ലുകളുണ്ട്. റുബീഡിയം എന്ന് പറയുമ്പോൾ 5 ഷെല്ലുകളുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം എന്താവുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ എന്താ എഴുതാം, നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്. ഹൗ ഡസ് ദി ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ഷെൽസ് ഇൻഫ്ലുവൻസ് ദി സൈസ് ഓഫ് ആറ്റം. അതായത് ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആറ്റത്തിൻ്റെ സൈസിന് എന്ത് മാറ്റം ഉണ്ടാവുക, ആറ്റത്തിൻ്റെ സൈസും എന്തുണ്ടാവും, വർദ്ധിക്കുന്നുണ്ടാവും അല്ലേ. ഒരു ഷെല്ലുള്ള ആറ്റത്തിൻ്റെ വലിപ്പവും 2 ഷെല്ലുള്ള ആറ്റത്തിൻ്റെ വലിപ്പവും 5 ഷെല്ലുള്ള ആറ്റത്തിൻ്റെ വലിപ്പവും തമ്മിൽ എന്തുണ്ടാവും, അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ടാവും. ഒരു ഷെല്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് ചെറുതായിരിക്കും, 2 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലുതായിരിക്കും. ഒരു 5 ഷെല്ലുകളുടെ ഒരു ആറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി 1 2 വലിപ്പമുള്ളതായിരിക്കും. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദി ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ചാർജാണ്. ഓക്കെ, ചാർജ് ഓഫ് ദി ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ആണ് ഉള്ളത്. അതിൽ ചാർജുള്ളൊരു വസ്തു എന്ന് പറയുന്നത് എന്താണ്, പ്രോട്ടോണാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജാണ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്, അതായത് ന്യൂക്ലിയസിനകത്തുള്ള ചാർജ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺസ് ആണ് എന്ത് നിർണ്ണയിക്കുന്നത്, ന്യൂക്ലിയസിൻ്റെ ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജിനെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിത്ത് ഇൻക്രീസ് ഇൻ ദി ആറ്റോമിക് നമ്പർ. അപ്പോൾ ആറ്റോമിക് നമ്പർ വർദ്ധിക്കുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണവും എന്താവുക ചെയ്യുക, പ്രോട്ടോണിൻ്റെ എണ്ണവും എന്തുണ്ടാവും, കൂടുന്നുണ്ടാവും. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോട്ടോണിൻ്റെ എണ്ണവും എന്ത് ചെയ്യുന്നുണ്ട്,
ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇഫ് സോ വാട്ട് ഹാപ്പൻസ് ടു ദി ന്യൂക്ലിയർ ചാർജ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദി ആറ്റോമിക് നമ്പർ? അപ്പോൾ ആറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജിന് എന്തായിരിക്കും സംഭവിക്കുക? ന്യൂക്ലിയർ ചാർജ് ഓൾസോ increases അല്ലേ? With an increase in the nuclear charge, the force of attraction between the nucleus and the outermost electron increases. അതായത് പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അപ്പോൾ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ, അതായത് ഏറ്റവും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളും തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണം എന്ത് സംഭവിക്കുന്നു? വളരെയധികമായിട്ട് കൂടുന്നു. ഇഫ് സോ വാട്ട് ഹാപ്പൻസ് ടു ദ സൈസ് ഓഫ് ദി ആറ്റം? അങ്ങനെയെങ്കിൽ ആറ്റത്തിൻ്റെ സൈസിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? നോക്കാം. ദോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്, its effect is overcome by the increase in the number of shells and hence the size of atom increases. അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ അതിനനുസരിച്ച് എന്ത് മാറ്റം വരുന്നുണ്ട്? ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയർ ചാർജിനെ ഓവർകം ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവ് എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റത്തിന് ലഭിക്കുന്നുണ്ട്. എങ്ങനെ? ആറ്റത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പീരീഡിലുള്ള, രണ്ടാമത്തെ പീരീഡിലുള്ള കുറച്ച് എലമെൻസിനെ നമുക്ക് അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഡു യു ഒബ്സർവ് എനി ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് ഷെൽസ് ഓൺ മൂവിങ് എലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്? ഇടത്തു നിന്ന് വലത്തേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? നോ. കാരണം എന്താണ്? പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മളെടുത്തത്? ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഷെൽസ് ആണ്. ഷെല്ലുകളുടെ എണ്ണവും പീരീഡും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഡസ് ദി ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് എന്താണ്? ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എന്താവുന്നുണ്ട്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട് അല്ലേ? ഡസ് ദി ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ്? യെസ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് മൂവിങ് എലോങ് എന്താണ്? എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് എന്താവുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് ഷെല്ലുകളുടെ എണ്ണത്തിന് എന്താവുന്നില്ല? മാറ്റമൊന്നുമില്ല. വാട്ട് ഹാപ്പൻസ് ടു ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ടുവാർഡ്സ് ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ? അപ്പോൾ ഏറ്റവും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളോട് ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ, അതായത് ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഇൻക്രീസ് ചെയ്യും അല്ലേ? വാട്ട് ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ദി സൈസ് ഓഫ് ആറ്റം? അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് എന്ത് മാറ്റം ഉണ്ടാവുക? മൂവിങ് എലോങ് എ പീരിയഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് ഷെൽസ്. ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിന് എന്തുണ്ടാവുന്നില്ല? മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ബട്ട് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഗ്രാജുവലി. അതായത് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റോമിക് നമ്പർ കൂടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ന്യൂക്ലിയർ ചാർജ് എന്താവുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ഓൺ ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുകയും ഷെല്ലുകളുടെ എണ്ണം കൂടാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ന്യൂക്ലിയസ് ഇലക്ട്രോൺ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനോടുള്ള അട്രാക്ഷൻ, ആകർഷണം എന്താവുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഹെൻസ് ദ സൈസ് ഓഫ് ആറ്റം ഗ്രാജുവലി ഡിക്രീസസ്. അപ്പോൾ പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ചെയ്തു വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആറ്റത്തിൻ്റെ സൈസ് ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെ മാറ്റം വരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലായി അല്ലേ? ഇഫ് സോ വേർ യു ക്യാൻ ലൊക്കേറ്റ് കമ്പാരിറ്റീവ്ലി ബിഗർ ആറ്റംസ് ഇൻ ദി പീരിയോഡിക് ടേബിൾ? അങ്ങനെയാണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ വലിപ്പം കൂടിയ ആറ്റങ്ങൾ എവിടെ കാണാനായിട്ട് സാധിക്കും? എവിടെയാണ് കാണാൻ പറ്റുക? അപ്പോൾ നമുക്കറിയാം അല്ലേ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നു, പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി വലിയ ആറ്റങ്ങൾ കാണാൻ പറ്റുന്നത് എവിടെയായിരിക്കും? ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും താഴെ, അതായത് ഏറ്റവും ലാസ്റ്റിലുള്ള എലമെൻ്റ് ആയിരിക്കും എന്ത് എന്ന് പറയുന്നത്? കമ്പാരിറ്റീവ്ലി ബിഗ്ഗർ ആറ്റം, അതായത് വലിപ്പമുള്ള ആറ്റം എന്ന് പറയുന്നത്. വേർ ആർ ദ സ്മോളർ ആറ്റംസ് ലൊക്കേറ്റഡ്? ചെറിയ ആറ്റംസ് എവിടെയാണ് കാണപ്പെടുന്നത്? എന്താണ്? ലാസ്റ്റ് ഗ്രൂപ്പിൽ, ഏറ്റവും ലാസ്റ്റത്തെ ഗ്രൂപ്പിൽ. നമുക്ക് 18ാമത്തെ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യേണ്ട. അപ്പോൾ ഏത് ഗ്രൂപ്പാണ് എടുക്കുക? 17th ഗ്രൂപ്പ്. 17ാമത്തെ ഗ്രൂപ്പിലെ ഏറ്റവും ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും എന്ത് എന്ന് പറയുന്നത്?
ഏറ്റവും സ്മോളസ്റ്റ് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്. അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ദ സൈസ് ഓഫ് ആൻ ആറ്റം ഡിക്രീസസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദി പീരീഡ്. പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും എന്താ സംഭവിക്കുന്നത്? ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിനി ഈ പാഠത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ പേജ് നമ്പർ 30 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. വിച്ച് ആർ ദ ഫാമിലീസ് ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അതായത് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ഫാമിലീസ് ഏതൊക്കെയാണ്, കുടുംബങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് അത് ഓർക്കുക. 1, 2, then 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളാണ് ഇതിലുള്ളത്, മെയിൻ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് അല്ലേ. അപ്പോൾ മെയിൻ ഗ്രൂപ്പ് ഫാമിലീസ് എന്ന് പറയുന്നത്, അപ്പോൾ ഒന്നാമത്തെ ഫാമിലി ഏതാണ്? ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഫാമിലി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ദെൻ മൂന്നാമത്തേത് ബോറോൺ ഫാമിലി. നാലാമത്തേത് കാർബൺ ഫാമിലി. അഞ്ചാമത്തേത് നൈട്രജൻ ഫാമിലി. ദെൻ ഓക്സിജൻ ഫാമിലി. ദെൻ ഹാലോജൻസ്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? നോബിൾ ഗ്യാസസ്. അപ്പോൾ ഇത്രയും ഫാമിലീസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഗ്രൂപ്പ്സ് ആർ മെറ്റലോയിഡ്സ് പ്രസൻസ്. മെറ്റലോയിഡുകൾ, ഉപലോഹങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ മെറ്റലോയിഡ്സ് ഏതൊക്കെയാണ്? സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആൻറ്റിമണി. ഇപ്പോൾ ഈ 4 ഉള്ളത്. അതിൽ സിലിക്കണും ജെർമേനിയവും ഉള്ളത് 14ാമത്തെ ഗ്രൂപ്പിലും ആർസനിക്കും ആൻറ്റിമണിയും ഉള്ളത് ഏതിലാണ്? 15th ഗ്രൂപ്പിലുമാണ്. അപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് മെറ്റലോയിഡ്സ് ഉപലോഹങ്ങൾ പ്രസൻ്റ് ആയിട്ടുള്ളത്? 14ാമത്തെയും 15ാമത്തെയും ഗ്രൂപ്പിലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 33 ക്വസ്റ്റ്യനാണ്. എലമെൻറ്റ്സ് പി ക്യു ആർ എസ് ആർ ഗിവൺ, സിമ്പിൾസ് ആർ നോട്ട് റിയൽ. അതായത് ഒറിജിനൽ അല്ലാത്ത കുറച്ച് സിമ്പിളുകളോടുകൂടി ഒരു 4 എലമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എലമെൻറ്റ്സും അതിൻ്റെ അറ്റോമിക് നമ്പറും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ്. ഈ മൂലകങ്ങളുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം. പി എന്ന് പറയുന്നത്, പിൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2, 6, 2, 6. ഓക്കെ, ഇനി ക്യൂ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2, 8 ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ ആർ എന്ന് പറയുന്ന എലമെൻറ്റ് ആറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2, 8, 2 ആയിരിക്കും. ഓക്കെ, ദെൻ എസ് എന്ന് പറയുന്ന എലമെൻറ്റ് എന്താണ്? 18 ആറ്റോമിക് നമ്പർ. അപ്പോൾ 2, 8, 8. ഇനി ബി ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദീസ് ആർ നോബിൾ ഗ്യാസസ്. അപ്പോൾ തന്നിട്ടുള്ള ഈ എലമെൻറ്റ്സിൽ, ഈ മൂലകങ്ങളിൽ ഏതൊക്കെയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ, ഏതൊക്കെയാണ് നോബിൾ ഗ്യാസുകൾ. അപ്പോൾ നമുക്കറിയാം നോബിൾ ഗ്യാസസിൻ്റെ പ്രത്യേകത എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെൽ എന്തായിരിക്കണം? 8 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുന്നതായിരിക്കണം അല്ലേ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരം എലമെൻറ്റ്സ് ആണ് നോബിൾ ഗ്യാസസ്. അപ്പോൾ ഇവിടെ 8 ഇലക്ട്രോൺസ് നിറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് ക്യൂ ആണ്. രണ്ടാമത്തേത് ഏതാണ്? എസ് ആണ്. അപ്പോൾ നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണ്? ക്യൂ ആൻഡ് എസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലെറ്റസ് ആസസിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സിംബൽ ഓഫ് ഫ്യൂ എലമെൻറ്റ്സ് ആർ ഗിവൺ. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻസ് ഓഫ് ദീസ് എലമെൻറ്റ്സ് ആൻഡ് ഫൈൻഡ് ദ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് നമ്പർ ടു വിച്ച് ദേ ബിലോങ്. അതായത് എന്താണ്? കുറച്ച് എലമെൻറ്റ്സിൻ്റെ പേരും അതിൻ്റെ സിമ്പലും അതിനാവശ്യമുള്ള ഘടകങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങളോട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അതോടൊപ്പം എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഗ്രൂപ്പും പീരീഡും ഐഡൻറ്റിഫൈ ചെയ്യുക, കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എലമെൻറ്റ് സോഡിയം ആണ്. സോഡിയം Na1123 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് വേണ്ടത് ആറ്റോമിക് നമ്പർ ആണ്. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. അപ്പോൾ 11 വെച്ച് എന്തെഴുതാം? 2, 8, 1 അല്ലേ. അതായിരിക്കും അല്ലേ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അപ്പോൾ 2, 8, 1 എന്നുള്ളതാണ് എന്ത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. ഏറ്റവും ലാസ്റ്റ് ഷെല്ലിലെ, ഏറ്റവും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഗ്രൂപ്പ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സോഡിയത്തിന് 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ സോഡിയത്തിൻ്റെ
ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്. പീരീഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ് ആണ്, ഷെല്ലുകളുടെ എണ്ണം. അതായത് എത്രയാണ്? 3 ഷെൽസ്, 3 ഷെല്ലുകളാണുള്ളത്. ഓക്കെ. രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത് അലുമിനിയം ആണ്. അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 283 ആണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? 3+10 ആഡ് ചെയ്യണം അല്ലേ? 3+10 എന്ന് പറയുന്നത് 13. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 13 ആണ്. ദെൻ പീരീഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ്. അപ്പോൾ എത്ര ഷെല്ലുകളാണുള്ളത്? 3 ഷെല്ലുകളാണുള്ളത്. അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി മൂന്നാമത്തേതായിട്ട് തന്നിട്ടുള്ളത് ക്ലോറിനാണ്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ ക്ലോറിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 287 ആണ്. അപ്പോൾ 7ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 10 ആഡ് ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. തേർഡ് പീരീഡ് ആണ്. നാലാമതായിട്ട് ഓക്സിജൻ തന്നിട്ടുണ്ട്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 26 ആയിരിക്കും. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? 6ൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് 16 ആണ്. ദെൻ പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ 2 ആയിരിക്കും, കാരണം 2 ഷെല്ലുകളേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് നിയോൺ ആണ്. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 8 ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 8ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 10 ആഡ് ചെയ്യണം. അപ്പോൾ 18. പീരീഡ് എന്ന് പറയുന്നത് സെക്കൻഡ് പീരീഡാണ്. ദെൻ ലാസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് കാർബൺ ആണ്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2 4 ആണ്. ഓക്കെ. അപ്പോൾ 4ൻ്റെ കൂടെ 10 ആഡ് ചെയ്തു. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 14. പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് പീരീഡ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ് എക്സ് ഈസ് 2881. അപ്പോൾ ഒരു എലമെൻറ്റ് എക്സ് എന്ന് പറയുന്നൊരു മൂലകം, സിമ്പൽ റിയൽ അല്ല കേട്ടോ. അപ്പോൾ ആ ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2881 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഫൈൻഡ് ദ ആറ്റോമിക് നമ്പർ ഓഫ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ കണ്ടെത്തണം. നമുക്കറിയാം എന്താ വേണ്ടേ? എല്ലാം കൂടി കൂട്ടിയാൽ മതി അല്ലേ? ഓരോ ഷെല്ലുകളുടെയും ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ആറ്റോമിക് നമ്പർ കിട്ടും. അപ്പോൾ 2 + 8 10, 10 + 8 18, 18 + 1 എന്ന് പറയുമ്പോൾ 19. അപ്പോൾ ആറ്റോമിക് നമ്പർ എത്രയാണ്? 19 ആണ്. ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? അപ്പോൾ ഇത് ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണ്? അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം വെച്ചിട്ടാണ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. അപ്പോൾ നമുക്ക് എന്താ അറിയാം? ഫസ്റ്റ് ഗ്രൂപ്പിലായിരിക്കും ഏതുണ്ടാവുക? എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഉണ്ടാവുക. ഓക്കെ. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ് നമ്പർ? ഇതിൻ്റെ പീരീഡ് നമ്പർ എത്രയാണ്? എങ്ങനെയാണ് പീരീഡ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യുക? നമ്പർ ഓഫ് ഷെൽസ്, ഷെല്ലുകളുടെ എണ്ണം. ഓക്കെ. ഇവിടെ എത്ര ഷെല്ലുകളാണ് ഉള്ളത്? 4 ഷെല്ലുകളുണ്ട്. അപ്പോൾ ഈ എലമെൻറ്റ് ഏത് പീരീഡിൽ ബിലോങ് ചെയ്യുന്നു? 4ാമത്തെ പീരീഡിൽ ബിലോങ് ചെയ്യുന്നു. ഓക്കെ. ഇനി ടു വിച്ച് ഫാമിലി ഡസ് ഇറ്റ് ബിലോങ്? ഏത് ഫാമിലിയിൽ പെടുന്നു? ഏത് കുടുംബത്തിൽ പെടുന്നതാണ്? 1ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങളാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ പെടുന്നതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി നോബിൾ ഗ്യാസ് വിച്ച് കംസ് ജസ്റ്റ് ബിഫോർ എക്സ്. എക്സിന് തൊട്ടു മുന്നേ വരുന്ന ഒരു നോബിൾ ഗ്യാസ്, ഉത്കൃഷ്ടവാതകത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞത്. ഉത്കൃഷ്ടവാതകങ്ങൾ, നോബിൾ ഗ്യാസസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും ആണല്ലോ. ഇനി ഇവിടെ എക്സിന് ശേഷം വരുന്നതല്ല, അപ്പോൾ എക്സിന് മുന്നേ വരുന്നതാണ്. എക്സിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ ഷെല്ല് 8 ഇലക്ട്രോൺ എന്ന് അറിയണമെന്നാണ്. എക്സിന് മുന്നേ വരുന്നതാണ്. അപ്പോൾ എക്സിന് മുന്നേ എന്ന് പറയുമ്പോൾ ഈ 4ാമത്തെ ഷെല്ലില്ല. 4ാമത്തെ ഷെല്ലിന് തൊട്ട് മുന്നേയുള്ള ഷെല്ല്, അതായത് 3 ഷെല്ല് എന്തായിരിക്കണം? 3ാമത്തെ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം, അതായത് 8 ഇലക്ട്രോൺസ് നിറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 8 8 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്കിനി 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദർ ആർ 3 ഷെൽസ് ഇൻ ആൻ ആറ്റം ഓഫ് എലമെൻറ്റ് പി. പി എന്ന് പറയുന്ന എലമെൻറ്റിൽ ആറ്റത്തിൽ എത്ര ഷെല്ലുകളുണ്ട്? 3 ഷെല്ലുകളുണ്ട്. ദർ ആർ 7 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ. അതായത് ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 7 ഇലക്ട്രോൺസ് ആണുള്ളത്. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ് പി. പി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം. 3 ഷെല്ലുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 3ാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണവും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 7 ആണ്. അപ്പോൾ 3ന് തൊട്ട് മുന്നേയുള്ള 2 ഷെല്ലുകളും എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും ലാസ്റ്റത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. അതിന് തൊട്ട് മുന്നേയിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും.
തൊട്ട് മുന്നത്തേലും എന്തായിരിക്കും 2 ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ് 2, 8, 7 എന്നായിരിക്കും. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഇറ്റ്സ് ആറ്റോമിക് നമ്പർ? ഈ മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. 2ഉം 8ഉം കൂട്ടിയ 10, 10ഉം 7ഉം 17. അപ്പോൾ ആറ്റോമിക് നമ്പർ എത്രയാണ് 17 ആയിരിക്കും. ഓക്കെ, ടു വിച്ച് പീരീഡ് ഡസ് ഇറ്റ് ബിലോങ്? ഇതേത് പീരീഡിലാണ് ബിലോങ് ചെയ്യുന്നത്? അപ്പോൾ പീരീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഷെല്ലുകളുടെ എണ്ണം നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഷെല്ലുകളാണുള്ളത്? 3 ഷെല്ലുകളാണുള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 3rd പീരീഡ് ആയിരിക്കും. ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? അപ്പോൾ ഇതേത് ഗ്രൂപ്പിലാണ് പെടുന്നത്? അപ്പോൾ ലാസ്റ്റത്തെ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്, 7 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എത്ര കൂട്ടണം, 10 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 17th ഗ്രൂപ്പിലാണ് ഇതെന്ത് ചെയ്യുന്നത്, ബിലോങ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡ്രോ ദി മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ മോഡലൊന്ന് വരയ്ക്കണം. അപ്പോൾ നോക്കൂ, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്, എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഫിഗർ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം. ദ എലമെൻറ്റ് എം ബിലോങ്സ് ടു ദ 3rd പീരീഡ് ആൻഡ് ഗ്രൂപ്പ് 1. അതായത് എം എന്ന് പറയുന്ന എലമെൻറ്റ് 3ാമത്തെ പീരീഡിലാണ്, 1ാമത്തെ ഗ്രൂപ്പിലാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സിമ്പിൾ ഈസ് നോട്ട് റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ തന്നിട്ടുള്ള എം എന്ന് പറയുന്ന സിമ്പിൾ ഒറിജിനൽ അല്ല, തൽക്കാലം നമുക്കൊരു പ്രതീകം തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. ഈ എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് തന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പീരീഡ് 3rd പീരീഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3rd പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളൊരു വഴി എന്താണ്, നമ്പർ ഓഫ് ഷെൽസ് ആണ് അല്ലേ. അപ്പോൾ 3rd പീരീഡ് എന്ന് പറയുമ്പോൾ ഈ എലമെൻറ്റിന് എത്ര ഷെല്ലുകൾ ഉണ്ടാവും, 3 ഷെല്ലുകൾ ഉണ്ടാവും. ഇനി ഗ്രൂപ്പ് നമ്പർ എന്താണ്, 1 ആണ്, ഫസ്റ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റുകളുടെയും എല്ലാ മൂലകങ്ങളുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഏറ്റവും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കെന്താ അറിയാം, അപ്പോൾ 3 ഷെല്ലുകൾ ഉണ്ടെന്ന് മനസ്സിലായി, അതിൽ 3ാമത്തെ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിന് മുന്നിലുള്ള 2 ഷെല്ലുകളും, അതായത് 3ന് മുന്നേയുള്ള 2 ഷെല്ലുകളും എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. പൂർണ്ണമായി നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ 3ാമത്തെ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കതിന് മുന്നത്തെ ഷെല്ലുകൾ 2 എഴുതാം. അപ്പോൾ കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ ആണ് കൊള്ളുക, അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ടാവും. എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസാണ് കൊള്ളുക, അപ്പോൾ അതിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക, 2, 8, 1 എന്നാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ഇറ്റ്സ് നെയിം ആൻഡ് സിമ്പിൾ. ഈ ഒരു എലമെൻറ്റിൻ്റെ പേരും എഴുതി അതിൻ്റെ സിമ്പിൾ ചിഹ്നവും എഴുതുക. ഓക്കെ, അപ്പോൾ 11 ഈ എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ 11ാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സോഡിയമാണ്. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് Na ആണ്. ഓക്കെ, ടു വിച്ച് ഫാമിലി ഡസ് ദിസ് എലമെൻറ്റ് ബിലോങ്? അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ എന്താണ്, ഏത് ഫാമിലിയിലാണ് ഈ എലമെൻറ്റ് ബിലോങ് ചെയ്യുന്നത്, ഏത് ഫാമിലിയിൽ ഉൾപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ 1ാമത്തെ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങളാണ്. ഓക്കെ, ഇനി റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി എലമെൻറ്റ് ബിലോങ്ങിങ് ടു ദ സെയിം പീരീഡ് ആൻഡ് ഗ്രൂപ്പ് 13. ഇതേ പീരീഡിൽ പെടുന്നതും 13ാമത്തെ ഗ്രൂപ്പിലുമായ എന്താണ് എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ എന്താ വേണ്ടേ, നമുക്കറിയാം അല്ലേ, 13ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 മൈനസ് ചെയ്യണം അല്ലേ. 13ൽ നിന്ന് 10 മൈനസ് ചെയ്യണം. 13ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ എത്രയാണ്, 3 ആണ്. അപ്പോൾ 3ാമത്തെ ഷെല്ലിൽ, 3ാമത്തെ പീരീഡിലാണ്, അപ്പോൾ 3ാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് ഉണ്ടാവുക, 3 ഇലക്ട്രോൺ ഉണ്ടാവും. അതിന് തൊട്ട് മുന്നേ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, അതായത് 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫസ്റ്റത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്. അപ്പോൾ എന്തായിരിക്കും കോൺഫിഗറേഷൻ വരിക, 2, 8, 3 എന്നാ വരിക. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് പി, ക്യു, ആർ, എസ് ആർ ഗിവൺ. പി, ക്യു, ആർ, എസ് എന്ന് പറയുന്ന 4 എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ നോക്കാം, 2, 7 ആണ്. ക്യൂവിൻ്റെത് 2, 8 ആണ്. ആറിൻ്റെത് 2, 8, 1 ആണ്. എസിൻ്റെത് 2, 8, 7 ആണ്. ഓക്കെ,
അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ് ടു ദ സെയിം പീരീഡ്. ഇതിൽ സെയിം പീരീഡിൽ ഒരേ പീരീഡിൽ ഉൾപ്പെടുന്ന എത്ര എലമെൻറ്റ്സ് ആണുള്ളത്, എത്ര മൂലകങ്ങളാണുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്ക്, പീരീഡ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? പീരീഡ് കണ്ടുപിടിക്കേണ്ടത് ഷെല്ലുകളുടെ എണ്ണം വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം ഒരുപോലെയുള്ള എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരേ പീരീഡിലായിരിക്കും വരിക. അപ്പോൾ പി എന്ന് പറയുന്ന എലമെൻറ്റിന് എത്ര ഷെല്ലുകളാണുള്ളത്? 2 ഷെല്ലുകളാണുള്ളത്. ക്യൂ എന്ന് പറയുന്ന എലമെൻറ്റിന് എത്ര ഷെല്ലുകളാണുള്ളത്? 2 ഷെല്ലുകളാണുള്ളത്. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് വരിക? ഒരു പീരീഡിലാണ് വരിക, രണ്ടാമത്തെ പീരീഡിൽ വരും. ഓക്കെ, ഇനി ആർ എന്ന് പറയുന്ന എലമെൻറ്റിന് 3 ഷെല്ലുകളുണ്ട്, എസ് എന്ന് പറയുന്നതിന് 3 ഷെല്ലുകളുണ്ട്. അപ്പോൾ ആറും എസ്സും ഏത് പീരീഡിൽ വരും? 3rd പീരീഡിൽ വരും. ഓക്കെ, ഇനി പി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്. ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഒരേ ഗ്രൂപ്പ് ആകുമ്പോൾ ഗ്രൂപ്പിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ, ഏറ്റവും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരു ഗ്രൂപ്പിൽ കംപ്ലീറ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഏതിനൊക്കെയാണ് ഒരുപോലെ ഉള്ളത്? അപ്പോൾ പീൻ്റെ നോക്ക്, ലാസ്റ്റത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോണാണ് ഉള്ളത്. എസ്സിൽ എത്രയുള്ളത്? എസ്സിലും ലാസ്റ്റത്തെ ഇതിൽ 7 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ പിയും എസ്സും എന്ത് ചെയ്യുന്നു? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ഇനി ഐഡൻറ്റിഫൈ ദ നോബിൾ ഗ്യാസ് എമംഗ് ദീസ്. അപ്പോൾ നോബിൾ ഗ്യാസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. നോബിൾ ഗ്യാസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എങ്ങനെയായിരിക്കും? ഒന്നുകിൽ 8 ഇലക്ട്രോൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതായത് കെ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. കെ ഷെല്ല് മാത്രമാണെങ്കിൽ, മറ്റ് ഷെല്ലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? 8 ഇലക്ട്രോൺസ് ഫിൽഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 8 ഇലക്ട്രോൺസ് ഫിൽഡ് ആയ ഏത് എലമെൻ്റാണ് ഉള്ളത്? ക്യൂ എന്ന് പറയുന്ന എലമെൻ്റാണ് ഉള്ളത്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന എലമെൻ്റ് ഏതാണ്? ഒരു നോബിൾ ഗ്യാസ് ആണ്. ഓക്കെ, ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരീഡ് നമ്പർ ഓഫ് എലമെൻറ്റ് എസ്. എസ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കണ്ടെത്തുക. ഗ്രൂപ്പ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? 7ൻ്റെ കൂടെ 10 ആഡ് ചെയ്താൽ മതി അല്ലേ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണായ 7ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? 10 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കെന്ത് കിട്ടും? 17 എന്ന് കിട്ടും. അതാണ് ഗ്രൂപ്പ് നമ്പർ. ദെൻ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് ഷെല്ലുകളുടെ എണ്ണമാണ്, അതായത് 3rd പീരീഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എ ഫ്യൂ എലമെൻറ്റ്സ് ആർ ഗിവൺ. ഇപ്പോൾ കുറച്ച് മൂലകങ്ങളുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ എന്ന് പറയുന്ന എലമെൻറ്റ് 2 1 ആണ് കോൺഫിഗറേഷൻ. ബി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ 2 8 1 ആണ് കോൺഫിഗറേഷൻ. സി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ നോക്കിക്കേ 2 8 7 ആണ് കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ഹാസ് ബിഗ്ഗർ ആറ്റം, എ ഓർ ബി? അപ്പോൾ എ ബിയും കമ്പയർ ചെയ്യുമ്പോൾ, എ ബി എന്ന് പറയുന്ന 2 എലമെൻറ്റിൻ്റെ ആറ്റംസ് കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് ബിഗ്ഗർ സൈസ്, വലിപ്പം കൂടുതലുള്ളത്? ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റിന് 2 ഷെല്ലുകളും ബി എന്ന് പറയുന്ന എലമെൻറ്റിന് 3 ഷെല്ലുകളും ഉണ്ട്. ഓക്കെ, ദെൻ ഒരേ ഗ്രൂപ്പിലാണ് രണ്ടും പെടുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ടും എന്താണ്? ഒരേ ഗ്രൂപ്പിലാണ് പെടുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റോമിക് സൈസിന് എന്ത് മാറ്റാണുള്ളത്? ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്കാണോ ബിക്കാണോ വലിപ്പം കൂടുതൽ? ബിക്കായിരിക്കും അല്ലേ. ഇനി വിച്ച് ആറ്റം ഈസ് ബിഗർ, ബി ഓർ സി? ഇനി ഏത് ആറ്റമാണ് വലിപ്പം കൂടുതൽ? ബിയും സിയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് വലുത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ബി എന്ന് പറയുന്ന ആറ്റത്തിന് 3 ഷെല്ലുകളാണുള്ളത്, സി എന്ന് പറയുന്ന ആറ്റത്തിനും 3 ഷെല്ലുകളാണുള്ളത്. അപ്പോൾ ഇവിടെ 3 ഷെല്ലിൽ, അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ബി എന്ന് പറയുന്ന എലമെൻറ്റിന് 1 ഇലക്ട്രോണും സി എന്ന് പറയുന്ന എലമെൻറ്റിന് 7 ഇലക്ട്രോണുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ്? പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എന്താ സംഭവിക്കുന്നത്? ആറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബിയും സിയും കമ്പയർ ചെയ്യുമ്പോൾ ലാർജർ ആറ്റം ഏതായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പോർഷൻ ഓഫ് ദി മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ഗിവൺ, ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പോർഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ച് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ് ടു ദി ഹാലോജൻ ഫാമിലി? ഇപ്പോൾ ഹാലോജൻ ഫാമിലിയിൽ, ഹാലോജൻ കുടുംബത്തിൽ ഉൾപ്പെട്ട എലമെൻറ്റ്സ്, മൂലകങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 17ാമത്തെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാലോജൻ ഫാമിലി അല്ലെങ്കിൽ ഹാലോജനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 17ാമത്തെ ഗ്രൂപ്പിൽ ഇവിടെ ഏതൊക്കെ എലമെൻറ്റ്സ് ആണുള്ളത്? എലമെൻറ്റ് എം ആൻഡ് എലമെൻറ്റ് എൻ. അപ്പോൾ എമ്മും എന്നും ആണ് എന്തെന്ന് പറയുന്നത്? ഹാലോജൻ ഫാമിലിയിൽ പെട്ടത്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ഇവിടെ
ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സംക്രമണ മൂലകങ്ങൾ ഏത് ഗ്രൂപ്പ് മുതൽ ഏത് ഗ്രൂപ്പ് വരെയാണ്? 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള 10 ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ 3നും 12നും ഇടയിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ജിയും രണ്ടാമത്തേത് എച്ചും. അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? ജിയും എച്ചും. ഓക്കെ. ഇനി സി, റൈറ്റ് ദ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ആറ്റോമിക് സൈസ്. 1ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സിനെ അവയുടെ ആറ്റോമിക് സൈസിൻ്റെ, അതായത് ആറ്റോമിക സൈസിൻ്റെ എന്താണ് ഡിക്രീസിങ് ഓർഡറിൽ, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏറ്റവും സൈസ് കൂടിയ എലമെൻറ്റ് ഏതായിരിക്കും? 1ാമത്തെ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റോമിക് സൈസ് കൂടി വരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക് എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സൈസ് കൂടിയ എലമെൻ്റ് എന്ന് പറയുന്നത് ഡി ആയിരിക്കും. പിന്നെ സി, പിന്നെ ബി, പിന്നെ എ. അപ്പോൾ ഏറ്റവും സൈസ് കൂടിയ ആറ്റം എന്ന് പറയുന്നത് ഡിയും ഏറ്റവും സൈസ് കുറഞ്ഞ ആറ്റം എന്ന് പറയുന്നത് ഏതായിരിക്കും? എയും ആയിരിക്കും. ഓക്കെ. ഇനി അതിൻ്റെ ഡി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എലമെൻറ്റ് ഹാസ് സ്മോളർ ആറ്റം, ബി ഓർ ഐ? അതായത് ബിക്കാണോ ഐക്കാണോ ആറ്റോമിക് സൈസ് കുറവ്? അപ്പോൾ ബി എന്ന് പറയുന്ന എലമെൻറ്റും ഐ എന്ന് പറയുന്ന എലമെൻറ്റും ഒരേ പീരീഡിലാണ്, അതായത് സെക്കൻഡ് പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഇതൊക്കെ ബിയും ഐയും. ഓക്കെ. അപ്പോൾ പീരീഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റോമിക് സൈസ് എന്തായി വരിക ചെയ്യുന്നത്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ബി ആണോ ഐ ആണോ ആദ്യം വരുന്നത്? ബി ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ബിനേക്കാളും ആറ്റോമിക് സൈസ് ഐക്ക് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഏതാണ് സ്മോളർ ആറ്റം? ഐ ആയിരിക്കും. ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ എലമെൻറ്റ്സ് ഓഫ് പീരീഡ് 3 ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ആറ്റോമിക് സൈസ്. അപ്പോൾ ആറ്റോമിക് സൈസ് കൂടി വരുന്നതിൻ്റെ ഓർഡറിൽ, ഓക്കെ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? 3rd പീരീഡിലെ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റോമിക് സൈസ് എന്തായി വരിക ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുക, കുറഞ്ഞു വരിക ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിലോട്ടുള്ള ഗ്രൂപ്പിലായിരിക്കും എന്തെന്ന് പറയുന്നത്? സ്മോളസ്റ്റ് എലമെൻറ്റ്സ്, അതായത് വളരെ സൈസ് കുറഞ്ഞ മൂലകങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ 3rd പീരീഡിൽ ഏറ്റവും ലാസ്റ്റ് 17th ഗ്രൂപ്പിലുള്ള എൻ എന്ന് പറയുന്ന എലമെൻ്റ് ആണുള്ളത്. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് ഈ 3rd പീരീഡിൽ ഏതായിരിക്കും? എൻ ആയിരിക്കും. പിന്നെ ജെ, പിന്നെ എഫ്, പിന്നെ സി. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ. ഓക്കെ. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് ആർ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്? ഇതിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ 2ാമത്തെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 2ാമത്തെ ഗ്രൂപ്പിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉള്ളത്? ഇ ഉണ്ട്, എഫ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എലമെൻറ്റ് ഹാസ് 8 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ? അപ്പോൾ ഏത് മൂലകത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലാണ് 8 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. 18ാമത്തെ ഗ്രൂപ്പിലാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് നിറഞ്ഞിരിക്കുന്നത് അല്ലേ, നോബിൾ ഗ്യാസസ്. അപ്പോൾ ഇവിടെ നോബിൾ ഗ്യാസ് ഏതാ ഉള്ളത്? ഒ എന്ന് പറയുന്ന എലമെൻ്റ് ആണുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? എലമെൻറ്റ് ഒ. ഓക്കെ. ഇനി ഫൈൻഡ് ദ റിയൽ സിംബൽസ് ഓഫ് ദി ഗിവൺ എലമെൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീരിയോഡിക് ടേബിൾ. ഇപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടെ ഈ തന്നിരിക്കുന്ന മൂലകങ്ങളുടെയൊക്കെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഒറിജിനൽ സിംബലുകളും പേരും. ഓക്കെ. അപ്പോൾ ആ സിംബലുകൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പീരിയോഡിക് ടേബിൾ വെച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് ഹൈഡ്രജൻ ആണ്, ബി എന്ന് പറയുന്ന എലമെൻറ്റ് ലിഥിയം ആണ്, സി എന്ന് പറയുന്ന എലമെൻറ്റ് സോഡിയം ആണ്, ഡി എന്ന് പറയുന്നത് പൊട്ടാസ്യം ആണ്, ഇ എന്ന് പറയുന്നത് ബെറിലിയം ആണ്, എഫ് എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്, ജി ക്രോമിയം, എച്ച് അയൺ, ദെൻ ഐ എന്ന് പറയുന്നത് ബോറോൺ ആണ്, ജെ അലുമിനിയം ആണ്, ദെൻ കെ എന്ന് പറയുന്നത് നൈട്രജൻ, എൽ എന്ന് പറയുന്നത് ഓക്സിജൻ, എം ഫ്ലൂറിൻ, എൻ എന്ന് പറയുന്നത് ക്ലോറിൻ ആൻഡ് ഒ. അപ്പോൾ ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. An element belonging to the second period has 2 electrons in the outermost shell of its atom. അപ്പോൾ സെക്കൻഡ് പീരീഡിൽ പെടുന്ന ഒരു എലമെൻറ്റിൽ എന്താണ്? അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. ഈ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ എത്ര ഷെല്ലുകളാണുള്ളത്?
2 ഷെല്ലുകൾ ഉണ്ടാവും. അതിൽ രണ്ടാമത്തെ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 2 ആണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേയുള്ള ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി നോബിൾ ഗ്യാസ് ബിലോങ്ങിങ് ടു ദ സെയിം പീരീഡ്. അപ്പോൾ ഇതേ പീരീഡിൽ പെടുന്ന നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെയിം പീരീഡ് എന്ന് പറയുമ്പോൾ 2 ഷെല്ല് തന്നെ. അപ്പോൾ നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അപ്പോൾ 2, സെക്കൻഡ് ഷെല്ലിൽ എങ്ങനെയായിരിക്കും? പൂർണ്ണമായിട്ടും ഇലക്ട്രോണുകൾ നിറഞ്ഞിരിക്കും അല്ലേ. അപ്പോൾ 2, 8 എന്നായിരിക്കും എന്തുണ്ടാവുക? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഉണ്ടാവുക. ദെൻ സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ? ഈ ഒരു എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്താണ്? അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഈ എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്താണ്? 2 ആണ് അല്ലേ. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുണ്ടെങ്കിൽ ഇതേത് ഗ്രൂപ്പിൽ പെടുന്നു? സെക്കൻഡ് ഗ്രൂപ്പിൽ പെടുന്നു. ഓക്കെ. ദെൻ ഡി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ആൻഡ് ഇൻ ദ തേർഡ് പീരീഡ്. അപ്പോൾ ഇതേ ഗ്രൂപ്പിൽ തേർഡ് പീരീഡിലുള്ള എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ ഗ്രൂപ്പിലാവുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ തന്നെയാണ് ഉണ്ടാവുക? 2 ഇലക്ട്രോൺ തന്നെയാണ് ഉണ്ടാവുക. തേർഡ് പീരീഡ് എന്ന് പറയുമ്പോൾ എത്ര ഷെല്ലുകൾ ഉണ്ടാവും? 3 ഷെല്ലുകൾ ഉണ്ടാവും. അപ്പോൾ 3 ഷെല്ലിൽ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? 2 ഇലക്ട്രോൺസാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് തൊട്ട് മുന്നേയുള്ള ഷെല്ലുകളൊക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കില്ലേ, പൂർണ്ണമായിട്ട് നിറഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ 2, 8, 2 ആയിരിക്കും എന്ത് എന്ന് പറയുന്നത്? ഈ ഒരു എലമെൻറ്റിന് ശേഷം വരുന്നത്, അതായത് ഈ ഒരു എലമെൻറ്റ് കഴിഞ്ഞ് തേർഡ് പീരീഡിൽ വരുന്ന എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ നമുക്കിനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും നോക്കാം. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് വിശകലനം ചെയ്തിട്ട് നിങ്ങൾ അതിന് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്ന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദീസ് എലമെൻറ്റ്സ്. അപ്പോൾ ഈ കോളത്തിൽ തന്നിരിക്കുന്ന എലമെൻറ്റ്സിൻ്റെ ആറ്റോമിക് നമ്പർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എലമെൻറ്റിൻ്റെ സിമ്പൽ തന്നിട്ടുണ്ട്, റിയൽ ആയിട്ടുള്ള സിമ്പൽ അല്ല. ദെൻ മാസ് നമ്പർ തന്നിട്ടുണ്ട്. 3ാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് നമ്പറും ന്യൂട്രോൺസും തന്നിട്ടുണ്ടെങ്കിൽ ആറ്റോമിക് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പറിൽ നിന്ന് ന്യൂട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മാസ് നമ്പർ 9 ആണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 5 ആണ് എങ്കിൽ പിന്നെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 9 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ. ദെൻ ബി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ 35 ആണ് മാസ് നമ്പർ. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 18 ആണ്. ഇപ്പോൾ 35 - 18 എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്. ദെൻ സി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മാസ് നമ്പർ 39 ആണ്, ന്യൂട്രോൺസിൻ്റെ എണ്ണം 20 ആണ്. സോ 39 - 20 ഈസ് ഈക്വൽ ടു 19. ദെൻ ഡി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മാസ് നമ്പർ 40 ആണ്. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 22 ആണ്. ഇപ്പോൾ 40 - 22 എന്ന് പറയുന്നത് 18. അപ്പോൾ ഈ എലമെൻറ്റ്സിൻ്റെ ഒക്കെ ആറ്റോമിക് നമ്പർ നമുക്ക് കിട്ടി. ഓക്കെ. ദെൻ റൈറ്റ് ദെയർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതണം അല്ലേ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കൂ. എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 4 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? 2, 2. ബി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെത് 17 ആണ് വരിക. 2, 8, 7. ദെൻ സി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെതോ 19 ആണ് ആറ്റോമിക് നമ്പർ. 2, 8, 8, 1 ആണ് വരിക. ഡി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെത് 18 ആണ് ആറ്റോമിക് നമ്പർ. 2, 8, 8 ആണ് എന്ത് വരിക? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരിക. ദെൻ സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദീസ് ഈസ് എ നോബിൾ ഗ്യാസ്? ഇതിൽ നോബിൾ ഗ്യാസ് ഏതാണ്? അപ്പോൾ നോബിൾ ഗ്യാസിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ 8 ഇലക്ട്രോൺസ് ഫിൽഡ് ആയിരിക്കും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 8 ഇലക്ട്രോൺ ഫിൽ ആയിട്ടുള്ള ഏത് എലമെൻറ്റാണ് ഉള്ളത്? എലമെൻറ്റ് ഡി. അപ്പോൾ ഡി എന്ന് പറയുന്ന എലമെൻറ്റ് എന്താണ്? ഒരു നോബിൾ ഗ്യാസ് ആണ്. ഡി ക്വസ്റ്റ്യൻ നോക്കാം. ടു വിച്ച് ഫാമിലി ഡസ് ദ എലമെൻറ്റ് ബി ബിലോങ്? ബി എന്ന് പറയുന്ന എലമെൻറ്റ് ബിലോങ് ചെയ്യുന്ന ഫാമിലി ഏതാണ്? അപ്പോൾ ബി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കുക. 287 ആണ് അല്ലേ. ഇപ്പോൾ 287 എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 7ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 10 ആഡ് ചെയ്യണം. ഇപ്പോൾ 17th ഗ്രൂപ്പാണ്. 17th ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏത് ഫാമിലിയാണ്? ഹാലോജൻ അല്ലേ. ഹാലോജൻ ഫാമിലിയാണ്. ഓക്കെ. ദെൻ ഈ ക്വസ്റ്റ്യൻ ടു വിച്ച് പീരിയഡ് ആൻഡ് ഗ്രൂപ്പ് ഡസ് ദ എലമെൻറ്റ് സി ബിലോങ്? അപ്പോൾ സി എന്ന് പറയുന്ന എലമെൻറ്റ്
ഏത് ഗ്രൂപ്പാണ് ഏത് പീരീഡാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്, അതിൻ്റെ കോൺഫിഗറേഷൻ 2881 ആണ്. ഓക്കെ, അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഷെല്ലുകളാണുള്ളത്? 4 ഷെല്ലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 4th പീരീഡാണ്. ദെൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണുള്ളത്? 1 ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് ഏതാണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ് ടു ദ സെയിം പീരീഡ്? അപ്പോൾ ഇതിൽ സെയിം പീരീഡിൽ, ഒരേ പീരീഡിൽ ഉൾപ്പെടുന്ന എത്ര മൂലകങ്ങൾ, ഏതൊക്കെ മൂലകങ്ങളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പീരീഡ് എന്താണ്? പീരീഡ് കണ്ടുപിടിക്കുന്നത് നമ്മളെങ്ങനെയാണ്? നമ്പർ ഓഫ് ഷെൽസ് നോക്കിയിട്ട്. അപ്പോൾ ഒരേപോലെ ഷെല്ലുകളുടെ എണ്ണമുള്ള എലമെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു പീരീഡിൽ അല്ലേ? അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഒരേ പീരീഡിൽ വരുന്നത്? ബി എന്ന് പറയുന്ന എലമെൻറ്റിന് 3 ഷെല്ലാണ് ഉള്ളത്. അതേപോലെ ഡി എന്ന് പറയുന്ന എലമെൻറ്റിനും എത്ര ഷെല്ലാണ് ഉള്ളത്? 3 ഷെല്ലാണ് ഉള്ളത്. അപ്പോൾ ബി ആൻഡ് ഡി ബിലോങ്സ് ടു ദ സെയിം പീരീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് 9ാം ക്ലാസ് കെമിസ്ട്രിയുടെ 2ാമത്തെ ചാപ്റ്ററുടെ ലേറ്റസ്റ്റ് എസ്സസും കൂടി കംപ്ലീറ്റ് ആയതോടെ തീരുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.